അതെ സാറേ, എന്താണ് മൊയ്തു സാറേ നിങ്ങൾ സാറേ 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 പറഞ്ഞിട്ട് പിന്നാലെ നടക്കാണ്? കഴിഞ്ഞ 2 മാസത്തിനുള്ളിലേ 2 വലിയ പ്രോജക്റ്റ് ഇവിടെ വന്നു. അതൊന്ന് നിങ്ങളെടുത്ത് ഒന്ന് ശ്യാമളെടുത്ത്. നമ്മളോട് ഈ 2ാം ഘട്ടത്തിൽ ഒരു കുട്ടിയുടെ സമീപനം കാണിക്കരുത് നിങ്ങൾ കേട്ടോ. എന്തെന്നാണ് മൊയ്തു സാറേ നിങ്ങൾ ഈ പറയുന്നത്? പിന്നെ അല്ലാണ്ട് മൊയ്തു സാർ ആവശ്യമില്ലാത്ത വർത്താനം പറയരുത്. സാറിന്റെ വർത്താനം കേട്ടതൊന്നും എനിക്ക് 2 ലക്ഷങ്ങൾ തന്നു. വെറും 35,000 രൂപയുടെ പ്രോജക്റ്റ് സാർ എനിക്ക് തന്നത്. മെനക്കെട്ടതിന് കൂടി കാശ് കിട്ടിയില്ല വെറുതെ. അയ്യോ ഇനി വെറുതെ അതും ഇതും പറഞ്ഞ് ബഹളം ഉണ്ടാക്കണ്ട നിങ്ങള്. ഇതൊന്നും നയിക്കണം കേട്ടോ. അല്ല, ശ്യാമൾക്ക് 35,000 കിട്ടിയുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളെ വർക്കിൽ ചിലർ തടഞ്ഞിക്കുന്നത് നമുക്ക് മനസ്സിലാക്കി. നോക്കി നിങ്ങൾക്ക് 4 ഉറുപ്പ്യോളം തടഞ്ഞിക്കണം. 35 ഉറുപ്പ്യ അവിടെ കൊടുത്തിട്ട് 40,000 ഉറുപ്പ്യ ഞാൻ എടുത്തു. 40,000? 4 ലക്ഷത്തിന്റെ കണക്കാണ് നമ്മൾ പറയണത്. 4 ലക്ഷം ഉറുപ്പ്യ അങ്ങ് കിട്ടിയിട്ടുണ്ട്. ആ വിവരം നമുക്ക് കിട്ടിക്കണം. എന്നിട്ടേ നമുക്ക് ഇങ്ങനെ തരണ്ടി വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ആ ഒരാഴ്ച ലീവ് ആയിക്കാൻ. ഇതൊക്കെ ആരും അറിയില്ലെന്ന് വിചാരിക്കുന്നത് നിങ്ങള്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഡിസ്കഷൻ നമുക്ക് പിന്നൊരു സമയത്തേക്ക് മാറ്റാം. ആ ചെക്കന്റെ കാര്യം എന്തായി? ആ മന്മഥം കൊണ്ടുപോയിട്ടില്ലേ, മാറി വന്നോ? മറ്റേ ചെറ. അത് അയാളിലൂടെ മാറ്റാൻ പറ്റൂ. 360/2 ഒക്കെ മന്മഥനെ കൃത്യമായിട്ട് ഇവിടെ എത്തിക്കും. ഓനറിയാം ആ ചെക്ക് ഓനുള്ളതല്ല, അത് ഞമ്മക്കുള്ളതാണ് എന്നൊക്കെ. ഓൻ സത്യസന്ധനാണ്. സത്യശീല സാറേ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? എന്താണ്? അങ്ങനെ ഒരു ചെറ ഈ പരിസരത്തില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അടുത്ത വർഷം മുതൽ ആ മെയിൻ്റനൻസ് വേണ്ടാന്ന് വെക്കുന്നതല്ലേ ബുദ്ധി? അയ്യോ എന്ത് മണ്ടത്തരാണ് ഈ പറയണത്. ഇതാണ് നിങ്ങൾ ഈ ഉദ്യോഗസ്ഥന്മാരെ തലയിൽ മുഴുവൻ കുതിരച്ചാണെന്ന് പറയുന്നത്. ഇല്ലാത്ത ചെറയുടെ പേരിൽ പൈസ വാങ്ങിച്ചോണ്ടിരിക്കല്ലേ എല്ലാ വർഷവും. അടുത്ത വർഷം നമ്മൾ ചെയ്യുന്നില്ല എന്ന് വെക്കി. അപ്പോ എന്തുകൊണ്ട് ചെറ മെയിൻ്റനൻസ് ചെയ്യുന്നില്ല എന്ന് മോളിന്ന് വിളിച്ചു ചോദിച്ചാൽ നമ്മൾ എന്ത് സമാധാനം പറയും? അങ്ങനെയൊക്കെ ഉണ്ടോ? പിന്നല്ലാണ്ട് അങ്ങനെയൊക്കെ ഉണ്ട്. അല്ല സാറേ, ഈ ചെറ മെയിൻ്റനൻസിന്റെ പേരിൽ ഈ കായ് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. ഈ ഒരു ഐഡിയ ആരെ തലയിൽ ഉരിച്ച ഐഡിയ? അത് എനിക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഏന്റെ തലയിൽ ഉരിച്ച ബുദ്ധിയാണെന്നാണ് എന്റെ ഒരു നിഗമനം. ഇനിയിപ്പോ നമ്മളായിട്ട് അത് നിർത്താനൊന്നും പോണ്ട, ആ പാരമ്പര്യം തുടർന്നുകൊണ്ടേയിരിക്കും. നമസ്കാരം മെമ്പറെ, എന്തൊക്കെയാണ് വിശേഷം? എന്ത് വിശേഷം സാറേ, നിങ്ങളെ പോലുള്ള മടിയന്മാരായ സർക്കാർ ഉദ്യോഗസ്ഥരെ കാണാൻ പറഞ്ഞത് തന്നെ ഒരു വിശേഷമല്ലേ? എന്റെ സാറേ, 6 തവണയായി ഞാനിവിടെ കയറി ഇറങ്ങുന്നു. ഓ അതെയോ, എന്താ കാര്യം പറയൂ. സാറേ, എന്റെ വാർഡിലൂടെ ഒഴുകണ ആ തോടില്ലേ, പാച്ചോലിത്തോട്, ശരിക്കും അങ്ങനെ ഒരു തോടുണ്ടോ? അയ്യോ, എന്താ സാറേ അങ്ങനെ പറയണേ? അല്ല മെമ്പറെ, അത് സാറ് ചില അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞു പോണതാ. സാറേ, അങ്ങനെ ഒരു പ്രൊജക്ട് ഈ മെമ്പർ ഇവിടെ പാസ്സാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ആ തോടിന്റെ സൈഡ് കെട്ടാനുള്ളതേ, അതിനുള്ള FS മൂപ്പര് വാങ്ങിക്കണം. എന്റെ പൊന്ന് സാറേ, ഞാൻ FS വാങ്ങിയിട്ടല്ല. സത്യ സാറേ, എന്റെ പൊതുപ്രവർത്തനത്തിന്റെ ഇടയിൽ ഇന്ന് വരെ ഞാൻ FS ഒരു സാധനം കൈകൊണ്ട് വാങ്ങിയിട്ടില്ല സാറേ. ഈ സാറും നുണ പറയണേണ്. എടോ, അപ്പൊ FS വാങ്ങിയില്ലേ? ഇല്ല. ഫിനാൻഷ്യൽ സാങ്ഷൻ വാങ്ങിയില്ലേ? അത് വാങ്ങി കൊടുത്തിട്ടുണ്ടല്ലോ. എന്ത് മെമ്പറുണ്ടോ ഈ അന്നാരം മെമ്പറാക്കി? അല്ലെ, പെട്ടെന്ന് FS എന്ന് പറഞ്ഞപ്പേ പെട്ടെന്നായി സാറേ. അത് ഞാൻ എന്തോരം പാടുപെട്ടാ ശരിയാക്കി കൊടുത്തതെന്ന് അറിയാമോ? ആ ഫയൽ ഇതുവരെ നീങ്ങിയിട്ടില്ലെന്നേ. അതൊക്കെ നീങ്ങും. മൊയ്തു സാറിന്റെ ടേബിളിലല്ലേ ഫയൽ ഇരിക്കണേ. അഥവാ ഇനി നീങ്ങിയില്ലെങ്കിൽ ഒന്നങ്ങ് തള്ളി നീക്കിയേക്കണം. തള്ളി നീക്കാൻ എന്താ ഉന്തു വണ്ടിയാ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഒരാഴ്ചയും കൂടി കഴിഞ്ഞിട്ട് ഞാനിവിടെ വരും. എന്നിട്ടും നീങ്ങിയില്ലെങ്കിൽ ഞാനിത് അങ്ങനെ തള്ളി നീക്കും. മെമ്പർ കുറച്ച് സ്ട്രോങ് ആണല്ലോ സാറേ. FS അറിഞ്ഞൂടാ? ഇവൻ ആരാണ് അവന്റെ വിചാരം? അവൻ തള്ളി നേടില്ലേ? ഇനി അവന്റെ ഫയൽ നീങ്ങുന്നത് ഞാനൊന്ന് കാണട്ടെ. നീക്കരുത് അവന്റെ ഫയൽ. സാറേ, അത്ര ബലം പിടുത്തം വേണ്ട. മൊയ്തു സാറും കൂടി കേൾക്കാനാ ഞാൻ ഈ പറയണേ. നമ്മുടെ ഇല്ലാത്ത ചെറയില്ലേ 360/2? അത് ഈ പാരിജാത മെമ്പറുടെ വാർഡിലാ കാണിച്ചിരിക്കണേ. അയാളെങ്ങാനും ആ ചെറയനെ പറ്റി അറിഞ്ഞ ഇവിടെ നോക്ക് സാറ്, അറിയാലോ. പിന്നെ മൊയ്തു സാറേ, നിങ്ങളൊരു മനുഷ്യനാണ്. 5-6 പ്രാവശ്യമായി അയാൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഈ ഓഫീസിൽ കയറി ഇറങ്ങി നടക്കണം. എത്ര വേഗാവുന്ന ശരിയായി കൊടുക്കും നിങ്ങളെ? അപ്പൊ അങ്ങനെയായി. നിങ്ങൾ ഈ ഓന്ത് നിറമാറും പോലെയാണ് നിങ്ങൾ നിറമാറുന്ന സാറേ. അത് പിന്നെ സാവധാനത്തിലേ മാറുള്ളൂ. അല്ല, കുറ്റം പോയുമ്പോ ഞമ്മക്കാ. ഇനിയിപ്പോ അത് ശരിയാക്കിയേറ്റാ.